നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന ലോകമേ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളൂ. ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലോകം പുണ്യനബി പറഞ്ഞെന്നപ്പോഴും തലക്ക് കയറിയിട്ടില്ല. ഒരുപാട് വാള് കേട്ടപ്പോഴും തലൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. പോയി അനുഭവിച്ചാലേ അറിയൂ എന്ന തോന്നലിൽ ജീവിച്ചതായിരുന്നു. പിന്നെ അനുഭവിക്കേണ്ടി വന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരണത്തിൻ്റെ മുമ്പ് നമ്മുടെ ഹൃദയങ്ങൾക്കൊരു കാഴ്ച തന്നാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഖൽബിനൊരു കണ്ണ്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. It's not your eyes that are blinded, but your hearts that are blinded. നിങ്ങളുടെ കണ്ണുകൾക്കല്ല കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്കാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. കണ്ണ് കാണാത്ത അന്ധന്മാർ അള്ളാഹുവിന്റെ മഅരിഫത്ത് കാണുന്നവരാണ്. അവർക്ക് അള്ളാഹുവിനെ പേടിയുണ്ട്. രണ്ട് കണ്ണുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റണില്ല, കേൾക്കാൻ പറ്റുന്നില്ല, കേട്ടിട്ടും കണ്ടിട്ടും ബോധിക്കുന്നു പോലുമില്ല. അങ്ങനെ നടക്കുകയാണ്, ഏതോ ഹവയിൽ നടക്കുകയാണ്. പൈസ ഉണ്ടാക്കണം, ഇത്രയേ ലക്ഷ്യമുള്ളൂ. അത് ചത്തുകിടക്കുന്ന ആ ഒരു ജന്തുവിനേക്കാളും അള്ളാഹുവിൻ്റെ അടുത്ത് വിലയില്ല എന്ന് പുണ്യനബി പറഞ്ഞപ്പോഴും നമ്മളൊന്നും അതിനൊന്നും വില കൊടുത്തിട്ടില്ല. നമ്മുടെ കൽബിൽ അപ്പോഴും അത് തന്നെയായിരുന്നു വലുത്. അങ്ങനെയൊക്കെ ഉസ്താദന്മാർ പലതും പറയും, പോലും ഇങ്ങനെ ചെയ്യും, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്തോ പ്രശ്നമാണ് എന്ന് നിങ്ങളെ കൊണ്ട് പിശാച് പറയിപ്പിക്കും. നിങ്ങളത് കേൾക്കും, വിശ്വസിക്കും പിശാചിനെ. ഹുവ അദുവ്വുൽ ലക്കും, അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ ശത്രുവിനെ വിശ്വസിക്കുകയും ചെയ്തല്ലേ. യാ ആമിറൻ ലിഖറാബിദ്ദാരി മുജ്തഹിദൻ ബില്ലാഹി ഹൽ ലിഖറാബിദ്ദാരി ഉംറാനു വയാ ഹരീസൻ അലൽ അംവാലി തജ്മഉഹാ അഖ്സിർ ഫഇന്ന സുറൂറൽ മാലി അഹ്സാനു. സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം സങ്കടമാണ്. എപ്പോ? അത് അള്ളാഹുവിന് വേണ്ടി കൊടുത്തിട്ടില്ലെങ്കിൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പുണ്യനബി തങ്ങളുടെ മജ്ലിസിൽ ഇരിക്കുകയാണ് വിശുദ്ധമായ മദീന പള്ളിയിൽ. മിമ്പറിൽ ലോകത്തിന്റെ ഗുരുവായ ഖൈറുൽ ഖൽഖായ അഫ്ദലുൽ ബശറായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറി നിൽക്കുന്നു. നട്ടുച്ച ചൂടാണ്. മദീന പള്ളിയുടെ ഉള്ളിൽ മുഴുവൻ ആളുകളും വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അന്നത്തെ ഒരു ജൂലൈ മാസം. ജയ്ഷുൽ ഉസ്റ എന്ന് പറയുന്ന തബൂക്കിലേക്കുള്ള സൈന്യം പോകുന്ന യാത്രക്ക് ഒരുങ്ങുകയാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ നിന്ന് 700 കിലോമീറ്റർ അകലെയാണ് തബൂക്ക് യുദ്ധം നടന്ന സ്ഥലം. അവിടെ യുദ്ധം നടന്നിട്ടില്ല. സ്വഹാബികൾ ഒരുമിച്ച് ചേർന്ന് ക്യാമ്പ് ചെയ്ത് അവർ തിരിച്ചു വരാം. പക്ഷെ ആ ക്യാമ്പിൽ ഒരുപാട് ആളുകൾ മരിച്ചു. മസ്ജിദ് തബൂക്കുണ്ട്, പുണ്യനബി തങ്ങളുടെ പേരിലുള്ള പള്ളിയുണ്ട് തബൂക്കിൽ. തബൂക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ പുണ്യനബി തങ്ങളുടെ വിശ്രമസ്ഥാനമായിരുന്നു അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദ് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ ചെന്നാൽ കാണാൻ കഴിയും. അവിടെ നിന്ന് പറഞ്ഞു, മൻ യുജഹിസു ഹാദൽ ജയ്ഷ വഅദ്മനു ലഹുൽ ജന്ന. തബൂക്കിലേക്ക് പോകുന്ന ആളുകൾക്ക് 12,000-ഓളം വരുന്ന സ്വഹാബിമാർ. ആരാണോ അവർക്ക് വേണ്ട ഒത്താശകൾ, പൈസ വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, വാഹനം വേണം, ആരാണതിന് കൊടുക്കാൻ കഴിയുന്ന മുതലാളിമാരെന്ന് പുണ്യനബി മിമ്പറിൽ കയറി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുതിയാപ്പിള ദുന്നൂറൈൻ വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ. കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന ഹയാ ഉള്ള, നാണമുണ്ടായിരുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന, ബിൽ ഖുർആൻ, രാത്രി മുഴുവനും ഖുർആനോദി നിസ്കരിക്കുമായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉശ്ഹിദുല്ലാഹ വമലായികതഹു വഉശ്ഹിദുക അന്നി ഉജഹിസുഹാ ഫീ സബീലില്ലാഹ്. നബിയെ, അങ്ങ് സാക്ഷി, അല്ലാഹു സാക്ഷി, അല്ലാഹുവിന്റെ മലക്കുകൾ സാക്ഷി, മുഅ്മിനീങ്ങൾ സാക്ഷി, തബൂക്കിലേക്ക് വേണ്ട എല്ലാം ഞാൻ തരാം നബിയെ.
അർജൂ ദുഖ്റഹാ വബിർറഹാ ഇൻദല്ലാഹ്. ഇതെന്റെ സമ്പത്താണ്, ഇതെന്റെ മക്കൾക്ക് നാളെ ഉപകാരപ്പെട്ടേക്കാം, എന്റെ കുടുംബം എന്നെ കളിയാക്കിയേക്കാം. എന്തിനാണ് ഇതൊക്കെ പള്ളിക്ക് കൊടുക്കുന്നത്? എന്തിനാണിത് ദീനിന് കൊടുക്കുന്നത്? എന്തിനാണിത് അറബി കോളേജിന് കൊടുക്കുന്നത്? എന്തിനാ പള്ളി ദർസിന് കൊടുക്കുന്നത്? ഇത് മക്കൾക്ക് വാപ്പാന്റെ വക കിട്ടേണ്ട അനന്തര സ്വത്തല്ലേ എന്നൊക്കെ അവർ ചിന്തിച്ചേക്കാം. അർജൂ ബിർറഹാ വദുഖ്റഹാ ഇൻദല്ലാഹ്. എന്റെ കയ്യിൽ അല്ലാഹു തന്നത് ഞാനല്ലേ ചെലവഴിക്കേണ്ടത്. ഈ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ അരികത്ത് കൂലി വാങ്ങണം എന്ന് പ്രതീക്ഷിക്കുകയാണ് നബിയേ എന്ന് പുണ്യ നബി തങ്ങളോട് പറഞ്ഞപ്പോഴാണ് അല്ലാഹുമ്മ റള അൻ ഉസ്മാൻ, അല്ലാഹുവേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ നീ ഇഷ്ടപ്പെടണേ റബ്ബേ. അല്ലാഹുമ്മ റള അൻ ഉസ്മാൻ. ഇതിലും വലിയൊരു സമ്മാനം ഇനി വേറെയുണ്ടോ? മാ ളറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം. ഇന്നത്തെ ദിവസം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെയ്ത ഈ വലിയ മഹാദാനം ചെയ്തതിന് ശേഷം ഇനി ഉസ്മാൻ തങ്ങളിൽ നിന്ന് എന്ത് സംഭവിച്ചാൽ തന്നെയും ഉസ്മാൻ തങ്ങൾ തെറ്റ് ചെയ്യുമെന്നല്ല പറയുന്നത്, എന്തു തന്നെ സംഭവിച്ചാലും ഉസ്മാൻ എന്നവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനാണ്. ഈമാൻ ഉണ്ടെങ്കിലേ കൊടുക്കാൻ കഴിയൂ. നമ്മുടെ പള്ളികൾ, പള്ളിക്കാടുകൾ, മരിച്ചുപോയി കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ കാരണവന്മാർ വഖഫ് ചെയ്ത സ്ഥലമാണ് ഇതൊക്കെ അല്ലേ? നമ്മുടെ മുൻഗാമികൾ വഖഫ് ചെയ്തത്. അവർ വഖഫ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മയ്യത്ത് കബറടക്കാൻ സ്ഥലമില്ല നാട്ടില്. നമ്മൾ എന്ത് വഖഫ് അല്ലാഹു കൊടുത്തു? ഇപ്പൊ വഖഫ് കൊടുക്കണ്ടാരെങ്കിലും വഖഫ് ജാരിയായ സ്വതഖയല്ലേ? ഖിയാമത്ത് നാൾ വരെ ഖബറിലേക്ക് വരുന്ന ഫൈളാൻ, ഒഴുകി വരുന്ന പ്രതിഫലമാണ് വഖഫ്. മദ്രസക്ക് ഒരു തെങ്ങ്, പള്ളിക്ക് 2 തെങ്ങ്, പള്ളിക്ക് 10 സെന്റ്, 1 ഏക്കർ, 2 ഏക്കർ, 50, 100 ഇങ്ങനെ കൊടുത്ത മുൻഗാമികൾ അവരുടെ ഖബറുകളിൽ സുഖിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ നമുക്ക് എന്തേ കിട്ടിയത്? അവര് കൊടുത്ത സ്ഥലത്ത് പോയി കിടക്കാനുള്ള ഭാഗ്യം. ആ സ്ഥലം നമുക്ക് സ്വർഗമായി കിട്ടണ്ടേ? നമ്മൾ എന്ത് വഖഫ് ചെയ്തു? എന്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി ചെയ്തോ? ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനി ഉസ്മാൻ എന്നവർ എന്തു ചെയ്താലും അവർക്ക് പ്രശ്നമല്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ആമിർ ഇബ്നു സാബിത്ത് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, അസ്മാ ബീവിയുടെ പേരക്കുട്ടിയുടെ മകൻ, അസ്മാ ബീവിയുടെ മോനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച എറണാകുളത്തൊരു മൂവാറ്റുപുഴയില് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളുടെ ചരിത്രമാണ് കഴിഞ്ഞ ശനിയാഴ്ച അവിടെയായിരുന്നു. ഹൃദയം ഞെട്ടിപ്പോകുന്ന സംഭവമാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ അസ്മാ ബീവിന്റെ മോനാണ്. അവരുടെ മകൻ സാബിത്ത്, അവരുടെ മകൻ ആമിർ എന്ന സാബിത്ത് എന്നവരുടെ മകൻ ആമിർ ഇബ്നു സാബിത്ത് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ താബിഈങ്ങളുടെ ശേഷം വന്ന താബിഈ മഹാനായ ആമിർ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് വേണ്ടി സ്വന്തം നഫ്സിനെ 4 തവണ മോചിപ്പിച്ച ആളാണ്. ദിയത്ത് കൊടുത്തു. അന്യായമായി ഒരാളെ കൊന്നാൽ അതിന് പ്രായശ്ചിത്തമായി കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾക്ക് കൊടുക്കേണ്ടത് ചില വിഷയങ്ങളിൽ 100 ഒട്ടകമായിരുന്നു. 100 ഒട്ടകം. ആമിർ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ 4 തവണ എന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. എത്ര? 1 പ്രാവശ്യമല്ല, 2 അല്ല, 3 അല്ല, 4 തവണ. ഓരോ തവണയും ഒരു നഫ്സിന് പ്രായശ്ചിത്തമായി കൊടുക്കേണ്ട 100 ഒട്ടകം. 4 തവണയായി 400 ഒട്ടകം ഞാൻ അല്ലാഹുവേ എന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് നൽകുകയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി ഇഷ്തറൈതു നഫ്സി മിൻക 4 മറات. 4 തവണ റബ്ബേ എന്റെ ശരീരം നിന്നിൽ നിന്ന് ഞാൻ വാങ്ങിക്കുകയാണ്. ചോനെ നീ എന്നെ ശിക്ഷിക്കരുതേ. اللهم لا تخزني يوم لا تخزي نبيك وأصحابه. നിന്റെ നബിയെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അസ്ഹാബിനെയും റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ അവരാർക്കും ഒരു നിന്ദയും വരുത്താതെ വിവിഐപികളായി റബ്ബേ നീ സ്വീകരിക്കുന്ന ഖിയാമത്ത് നാളിൽ നാളെ ആമിർ ഇബ്നു സാബിത്ത് വരുമ്പോ എന്റെ വാപ്പയും എന്റെ വല്ലിപ്പയും എന്റെ വല്ലിപ്പയുടെ ഉപ്പയും റബ്ബേ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാണ്,
ഈ ആമിറിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ തന്ന 400 ഒട്ടകം റബ്ബേ, അതിന് പകരം നീ എന്നെ നാണം കെടുത്തരുതേ അല്ലാഹ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മീതതൻ ഹസന, നല്ല മരണം എനിക്ക് തരണേ റബ്ബേ. 400 ഒട്ടകം കൊടുത്തു. 400 ഒട്ടകം. തുലാഭാരം ചെയ്യാന്നൊക്കെ പറയില്ലേ, നഫ്സിന് തുലാഭാരമല്ല, നഫ്സിന് ദിയത്തായിട്ട് മഹാൻ ചെയ്ത ഒരു സുന്നത്തുൻ ഹസന. അത് വിദ്യാർത്ഥിയൊന്നും ഒരു ഒറ്റ കുട്ടിയും പറയില്ല. തെളിവെന്താന്നും ചോദിക്കാൻ പറ്റില്ല. അതിന് എന്തെന്നറിയോ, ശറഇൽ പുണ്യമായ വിഷയങ്ങൾ, മഫ്തുഹായ വിഷയങ്ങളുണ്ട്. അതിന് നബി ചെയ്തോ സ്വഹാബത്ത് ചെയ്തോ എന്നവിടെ ചോദിക്കൂല. എന്തുകൊണ്ട് ചോദിക്കൂല? അതൊരു ഖൈറായ വിഷയമാണോ? മതി. ആമിർ ഇബ്നു സാബിത്ത് എന്നവർ ആരെയും പറഞ്ഞു, ഈ 4 തവണ നഫ്സിനെ മോചിപ്പിക്കാൻ 400 ഒട്ടകം കൊടുത്തത് ബിദ്അത്ത ഒരു സ്വഹാബിയും ചെയ്തിട്ടില്ലല്ലോ, നബി ചെയ്തിട്ടില്ലല്ലോ. മിണ്ടിപ്പോവരുത്. അതൊക്കെ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് വന്ന അസുഖമാണ്, പല നന്മകളും പൂട്ടിവെക്കാൻ. ആമിർ ഇബ്നു സാബിത്ത് എന്നവരുടെ ഈ കഥ പറയുന്നത് നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളുകളടക്കമാണ്. ഇബ്നു തൈമിയ്യ അടക്കം, ഇബ്നുൽ ഖയ്യിം എന്നവരടക്കം, ഇമാം ദഹബി അടക്കം ഇവരൊക്കെ പറയാം. പിന്നെ നീ കീടങ്ങളായി നിൽക്കുന്ന ആൾക്കാരാണോ ഇതിലൊക്കെ ഇടപെടാൻ വരുന്നത്? തെളിവുണ്ടോ വെച്ചിട്ട്? ആമിർ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റബ്ബിനോട് ചോദിച്ചു, പടച്ചവനെ, ഞാൻ ചെയ്ത 400 ഒട്ടകം ഓരോ 100ഉം എന്റെ നഫ്സിനെ ഓരോ തവണ മോചിപ്പിക്കുകയാണ് നരകത്തിൽ നിന്ന് റബ്ബേ. അതിന് പകരം ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് മീതതൻ ഹസന, നല്ല ഒരു മരണം നൽകണമേ. അപ്പൊ മക്കള് വന്ന് ചോദിച്ചു, വാപ്പാ നിങ്ങൾ എന്താണ് ചോദിക്കുന്ന? മീതത്തുൻ ഹസന അൻത അയതവഫാനി റബ്ബി വഅന സാജിദ്, സുജൂദിൽ കിടക്കുന്ന സമയത്ത് അല്ലാഹു എന്നെ മരിപ്പിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇതൊരു മുതലാളിയാണ് പറയുന്നത്. 400 ഒട്ടം കൊടുക്കണമെങ്കിൽ പൈസ വേണ്ടേ? 400 ഒട്ടം കൊടുക്കണേ പൈസ വേണ്ടേ? അന്നത്തെ ഒട്ടകം എന്ന് പറഞ്ഞാൽ നമ്മൾ മാരുതി കാറ് പോലും അല്ല, അന്നത്തെ വലിയ വലിയ 4 വീലും അല്ല, ക്രസ്റ്റേ, അതിലും വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും അന്നത്തെ ഒട്ടകം. അത്രയും വലിയ സംഭവം. അന്നത്തെ 4x4 അല്ലേ. അങ്ങനത്തെ 400 എണ്ണം കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്ന മുതലാളി കൊടുത്തു. എന്നിട്ട് ചോദിച്ചെന്താണെന്നറിയോ? എൻ്റെ പേര് അവിടെ വട്ടക്കഷത്തിൽ എഴുതിക്കണം എന്നല്ല നമ്മൾ മനസ്സിലാക്കണത്. ഞാൻ തരാം, ചെന്നാക്കണം പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ഒക്കെ, ഇതാക്കൂലെങ്കിൽ ഞാൻ തരൂല. ഇതുമല്ല, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കോമാളിത്തരങ്ങളാണ്. ഇതൊന്നും ദീനല്ല. എന്താ ചോദിച്ചറിയോ? അല്ലാഹുവേ, സുജൂദിൽ കിടന്നെനിക്ക് മരിക്കണം, അതിന് നിനക്ക് തൗഫീഖ് താ. സുജൂദിൽ കിടന്നെനിക്ക് മരിക്കണം. ഇത് ചോദിക്കുന്ന മുതലാളിമാരാ, മുഅ്മിനീങ്ങളായ മുതലാളിമാർ, അവർക്ക് അതേ വേണ്ടൂ. സക്കറാത്തിൽ മൗത്തിൽ കിടക്കുമ്പോ മഗ്രിബിന്റെ വാങ്ക് വിളിക്കുന്നു, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഇഹ്മിലൂനി, എന്നെടുത്ത് കൊണ്ടുപോയി മക്കളെ. എങ്ങോട്ട് വാപ്പാ? നിങ്ങൾ സക്കറാത്ത് കിടക്കാൻ, വെന്റിലേറ്റർ കിടക്കുന്ന ഒരു മനുഷ്യനെ പള്ളി കൊണ്ടുപോയി കൂടി എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ആ അവസ്ഥയിലാണ് ആമിർ ഇബ്നു സാബിത്ത് എന്നവർ കിടക്കുന്നത്. ഇഹ്മിലൂനി, എന്നെ കൊണ്ടുപോകൂ, കൊണ്ടുപോകൂ മസ്ജിദിലേക്ക്. പാപ്പാ അൻത മഅദൂർ, നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ടല്ലോ. അല്ല ചോദിക്കൂല സക്കറാത്തിൽ കിടന്ന നേരത്തെ എന്തേ പള്ളിക്ക് വരാത്തത് എന്ന് അല്ല ചോദിക്കൂല. വാപ്പാ നിങ്ങൾ കിടന്നോളൂ, കിടന്നിടത്ത് നിസ്കരിച്ചാൽ മതി, ഞങ്ങൾ ഒദു കൊടുത്തു തരാം. യഹ്മിലൂനി ഇലൽ മസ്ജിദി കൈഫ വഖദ് ഉദ്ദിന ഹയ്യ അലസ് സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ്. ഹയ്യ അലസ് സ്വലാ എന്നും ഹയ്യ അലൽ ഫലാ എന്നും അല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് വിളിയാളം വരുമ്പോ കൈഫ ലാ ഉജീബു നിദാ റബ്ബി, എൻ്റെ റബ്ബിന്റെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കാതെ ഇവിടെ കിടക്കുകയോ എന്ന് പറഞ്ഞ് മക്കള് വാപ്പയെ കൊണ്ടുവന്ന് മസ്ജിദിന്റെ 1-ാം സഫിൽ കൊണ്ടുവന്നിരുത്തി. ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, മരണം മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന നേരമാണ്. മഗ്രിബ് നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിലെ 2-ാമത്തെ സുജൂദിൽ കിടന്നുകൊണ്ട് മരിച്ച മഹാനാണ് ആമിർ ഇബ്നു സാബിത്ത് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ചോദിച്ചു വാങ്ങിയ മുതലാളിയാണ്. 400 ഒട്ടകം കൊടുത്തു. പകരം ചോദിച്ചത് റബ്ബേ സുജൂദിൽ കിടന്ന് മരിക്കണം. അല്ലാഹ് അത് കൊടുത്തു. സമ്പത്ത് ഇതിനാ ഉപയോഗിക്കേണ്ടത്. പറ്റുമോ റമളാനിൽ ഹറമിലേക്ക് പോയിക്കോളൂ, ആരോടും മേനി പറയാനല്ല. പറ്റുമോ കൊല്ലത്തിൽ ഹജ്ജിന് പോയിക്കോളി,
അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ എത്തണമെന്ന് എൻ്റെ നിയ്യത്ത് മതി. നാട്ടിൽ നോട്ടീസ് അടിച്ച് പോരണ്ട, ഹറമ പോവാണ്, ഞാൻ എപ്പോഴും അവിടെയാണ്, ഇതൊന്നും പറയാൻ നിൽക്കണ്ട. റമദാൻ മുതലാളിമാർക്ക് മുതലെടുക്കാനുള്ള നേരമാണ്. സ്വലാത്തും ബിമിഅത്തി അൽഫി സ്വലാ, ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരം. നെല്ലിക്കുന്നിലെ പള്ളിയിൽ നിന്ന് 1,00,000 റക്അത്ത് നിസ്കരിക്കുന്നത് ഹറമിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, സുന്നത്ത് പോരെ. ഇതൊക്കെ മുതലാളിമാർ പൈസ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചെലവഴിക്കേണ്ടത്. അത് മാത്രമല്ല, ഫർള് കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയ ചെലവഴിക്കൽ ഒരു പക്ഷേ നാട്ടിൽ തന്നെ ആയിരിക്കും. അങ്ങനെയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി മുഹദ്ദിസാണ്, ജിഹാദ് ധർമ്മ സമരത്തിന് ഇറങ്ങിയ ആളാണ്, കച്ചവടക്കാരനാണ്, ദാഇയാണ്, ആബിദായ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. നാട്ടുകാരുമായി ഖുറാസാനിൽ നിന്ന് ഹജ്ജിന് വരികയാണ്, സുന്നത്തായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വരികയാണ്. ആ വരുന്ന വഴിയിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അവർ അവിടെ തമ്പടിച്ചു, ടെന്റ് കെട്ടി. 10 ലക്ഷമായിരുന്നു വരുമാനം എന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവരുടെ വരുമാനം 1000 ദിർഹം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 1 മില്യൺ ദിർഹം. പക്ഷെ സക്കാത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ഓരോ കൊല്ലം 10 ലക്ഷം ആവുന്നതിന് മുമ്പായിട്ട് സക്കാത്ത് കൊടുത്ത് തീർന്നിട്ടുണ്ടാവും. സക്കാത്തിൻ്റെ നിസാബത്ത് മുമ്പ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. നിസാബെത്തി, പക്ഷേ ഹൗല് കാമിലാവില്ല. ഒരു വർഷം പൂർത്തിയാവേണ്ട സക്കാത്ത് കൊടുക്കണമെങ്കിൽ അതിന് മുമ്പ് എല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ടാവും. അങ്ങനത്തെ മഹാനായിരുന്നു അബ്ദുല്ലാഹി മുബാറക് എന്നവർ. യഖൂലൂന മഅനുൻ ലാ സകാത ലിമാലിഹി, മഅൻ എന്ന ആൾക്ക് സക്കാത്തില്ല. എന്തേ കാരണം എന്നറിയോ? ഇവരെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക, പിന്നെ എങ്ങനെ സക്കാത്ത്? അവിടെ സൂക്ഷിച്ചു വെക്കണ്ടേ? നിസ്വാബ് ഒരു കൊല്ലം തികയണ്ടേ? അതിന് നേരല്ല, അതും അടക്കം കൊടുക്കുകയാണ്. യഖൂലൂന മഅനുൻ ലാ സകാത ലിമാലിഹി വകൈഫ യുസക്കിൽ മാല മൻ ഹുവ ബാദിലു. കൊടുക്കുന്ന ആൾ എങ്ങനെ സക്കാത്ത് കൊടുക്കാനാണ്? വലൗ ലം യകുൻ ഫീ കഫിഹി ഗൈറ റൂഹിഹി ലജാദാ ബിഹാ ഫൽയത്തഖില്ലാഹ സായിലു. എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ കയ്യിൽ ചിലപ്പോൾ റൂഹേ ഉണ്ടാവുള്ളൂ, അതങ്ങ് എടുത്തോട്ട് ആളെ മരിച്ചേക്കും. അങ്ങനത്തെ ആളാണ് മഅന്. അതുകൊണ്ട് ചോദിക്കുന്ന ആളെ നോക്കണേ, മുപ്പരുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ റൂഹങ്ങ് തന്നു പോയേക്കും മുപ്പര്. അങ്ങനത്തെ ആളാണെന്ന് മഅനിനെ കുറിച്ച് പറയാറുണ്ട്. ഹുവൽ ബഹ്റു മിൻ ഐൻ നവാഹി അതൈതഹു ഫലുജ്ജതുൽ മഅറൂഫ് വൽ ജൂദു സാഹിലു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി സുന്നത്തായ ഹജ്ജിന് പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ അവർ തമ്പടിച്ചു. അപ്പോഴേ ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി അവിടുത്തെ ഒരു വേസ്റ്റ് ബിന്നിൽ വന്നിട്ടുണ്ട്. ചത്ത ഒരു കാക്കയെ അല്ലെങ്കിൽ ഒരു കോഴിയെ, ഒരു പക്ഷിയെ എടുത്തു കൊണ്ടുപോകുന്നു വീട്ടിലേക്ക്. ഇത് കണ്ടു അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവരാളെ പറഞ്ഞയച്ചു. സൽഹാ മാലഹാ അഖദത്തിൽ ഗുറാബൽ മയ്യിത്, കറുത്ത ഒരു പക്ഷിയെ, കാക്കയായിരിക്കാം, ആ ചത്തുപോയ പക്ഷിയെ എന്തിനാണ് ആ പെൺകുട്ടി കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു നോക്കുവെന്ന് ഖാദിമിനോട് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു. വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, പെൺകുട്ടി പറഞ്ഞു അല്ലാഹനെ തന്നെയാണ് സത്യം. 3 ദിവസമായി ഈ കുപ്പത്തൊട്ടിയിൽ ഇട്ടേച്ചു പോകുന്ന ചത്ത മൃഗങ്ങളല്ലാതെ, പക്ഷികളല്ലാതെ ഞങ്ങൾക്ക് തിന്നാൻ ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ തൂവലഴിച്ച് ഞങ്ങൾ മജ്ബൂറാണ്, മുൾത്തറാണ്. ചത്തുപോയത് തിന്നാൻ പാടില്ലെന്നറിയാം, പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണമില്ല. അതിനെ ചൂടാക്കി വേവിച്ചിട്ടാ ഞങ്ങൾ ജീവിക്കുന്നത്, ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ. ഇല്ലാ മൗതുരിർത്തും, വേറെ വഴിയില്ല തിന്നാൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് ഫബകാ ഹത്താ കാദ യുഗ്മാ അലൈഹി, കരഞ്ഞിട്ട് ബോധം കെട്ട് വീണുപോയി മഹാനവറുകൾ. ബോധം കെട്ട് വീഴാറായി. കാദ യുഗ്മാ അലൈഹി, കരഞ്ഞിട്ട്. റബ്ബേ, ഖുറാസാനിന്ന് ഭക്ഷണവും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ വരുന്നത്. ഈ മക്കൾക്ക് തിന്നാനൊന്നുമില്ലല്ലോ ഈ നാട്ടിൽ. മഹാനവറുകൾ വിളിച്ചു പറഞ്ഞു, നഹ്നു നഅകുലുൽ ഫാലൂദജ്,
والناس يأكلون الغربان الميتة لن أحج هذه السنة وأعتوا قافلتي ببرها وحبوبها وما عليها من دراهم ودنانير وثياب إلى أهل هذه البادية. ഈ വർഷം നമുക്ക് ഹജ്ജില്ല. കൂടെ വന്ന ആൾക്കാരൊക്കെ സുന്നത്ത് ഹജ്ജ് ഒരിക്കൽ ചെയ്തവരാണ്, സുന്നത്ത് ഹജ്ജിന് പോവാണ്. അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ പ്രത്യേകത, അവർ അമീറാണ്, കൂടെയുള്ള ആൾക്കാരുടെ ഒക്കെ ഭക്ഷണം മൂപ്പര വകയാണ്. ഭയങ്കരമായ ചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ. മദീനയിലേക്ക് എത്തുമ്പോൾ മൂപ്പര് പറയും, മദീന സിയാറത്ത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് പോരുക. അപ്പോൾ മദീനത്തെത്തിയാൽ മൂപ്പര് പറയും, എല്ലാവരും പൈസ എൻ്റെ കയ്യിൽ തന്നേക്കും, നിങ്ങളുടെ മക്കൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാൻ വാങ്ങിച്ചു തരാം, പൈസ ഞാൻ കൊടുക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി. വീട്ടിലേക്ക് മക്കൾക്ക് ഹദിയ വാങ്ങിക്കണം മദീനയിൽ നിന്ന് വരുമ്പോൾ എന്ന് പറയും. ഇപ്പോഴും മദീനത്ത് നിന്ന് ഈത്തപ്പഴം വാങ്ങുക അല്ലേ. മദീനത്ത് നിന്നൊരു ഷോപ്പിംഗ് ഏരിയയിൽ മഹാന്മാരുടെ ഒരു ചര്യയായിരുന്നു. അവർ മദീനത്ത് നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അബ്ദുല്ലാഹി മുബാറക് എന്നവർ പറയും, നിങ്ങൾ മക്കൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചോ എന്ന് പറയും. ഒക്കെ വാങ്ങിച്ചിട്ട് പൈസ ഉണ്ടല്ലോ, നാട്ടിലെത്തിയാൽ അവരേൽപ്പിച്ച മുഴുവൻ പൈസയും അവർക്ക് തിരിച്ചു കൊടുക്കും. അപ്പം ഞങ്ങൾ വാങ്ങിച്ചതോ, അതൊന്നും സാരതിൻ്റെ വകയാണ്. അങ്ങനത്തെ അമീറായിരുന്നു അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ കൂടെ വന്ന മുഴുവൻ ആളുകളോടും പറയട്ടെ, ഈ വർഷം നമുക്ക് ഹജ്ജില്ല. നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ധാന്യവും പൈസയും ദീനാറും ഖുറാസാനിലേക്ക് തിരിച്ചെത്താനുള്ള ഏതാനും സംഖ്യ മാത്രം കയ്യിൽ വെച്ച് മുഴുവനും ഈ പാവപ്പെട്ട ഗ്രാമീണർക്ക് കൊടുത്ത് നമ്മൾ പോവുകയാണ്. ഈ വർഷം നമുക്ക് ഹജ്ജില്ല, നമ്മൾ പോവുകയാണ്. തിരിച്ചുപോയി. അവരെ മദീനത്ത് പോലെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ പൈസ നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്ത് അവർ തിരിച്ചു പോന്നു. ഇത് ചെയ്തത് ലോക പ്രശസ്തനായൊരു പണ്ഡിതനാണ്, അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ അതൊരു ഇൽമിന്റെ വെളിച്ചത്തിൽ ചെയ്ത പണിയാണ്, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ല, അത് ഇൽമാണ്. ഇങ്ങനെ പാരയും ചെയ്തിക്കണോ, ഇതിൽ തെളിവുണ്ടോ, സ്വഹാബത്ത് ചെയ്തോ, ഹദീസുണ്ടോ എന്നൊന്നും ചോദിക്കൂല. അവിടെ നിനക്ക് തലക്ക് വെളിവില്ലാത്തത് കൊണ്ടാണ് ദീനിന്റെ വിഷയങ്ങളിൽ ഈ ചോദ്യവുമായി നീ വരുന്നത്. അബ്ദുല്ലാഹി മുബാറക് എന്നവരന്ന് രാത്രി സ്വപ്നം കാണുന്നു. ഖുറാസാനിലെത്തിയപ്പോ ആദ്യത്തെ രാത്രിയിൽ തന്നെ ഒരാൾ പറയുന്നു, സ്വപ്നത്തിൽ വന്നിട്ട്, ഹജ്ജുൻ മബ്റൂർ വസഅയും മഷ്കൂർ വദംബും മഗ്ഫൂർ. അല്ലാഹുക്ക് പൊരുത്തമുള്ള അധ്വാനമായി അല്ലാഹ് സ്വീകരിച്ച ഹജ്ജായി അല്ലാഹു നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു. അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മുബശ്ശിറാത്താണ്, സന്തോഷവാർത്തയാണ്. നിങ്ങളുടെ ഹജ്ജ് ഇതാണ്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ കഷ്ടപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടി ചെലവഴിക്കലാവാം സുന്നത്തായ ഒരു ഇബാദത്തിന് നമ്മൾ ചെലവഴിക്കുന്ന പണത്തെക്കാളും നല്ലത് ആ പാവപ്പെട്ടവന്റെ വിശപ്പടക്കലാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഡയാലിസിസ് സെന്ററുകളൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല. കയ്യുമണ്ണി എന്തോ എന്നൊരിക്കൽ പറഞ്ഞു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിക്കണോ എനിക്കറിയില്ല. കാസർഗോഡ് ഉണ്ടോ? ഉണ്ട്, ഉണ്ടല്ലേ. സി എസ് സെന്ററൊക്കെ ഉണ്ടോ? MLA സി എസ് സെന്റർ ഉണ്ടോ അവിടെ? ഉണ്ടോ? ഏതെങ്കിലും പേരിലായിക്കോട്ടെ. സി എസ് സെന്ററിൻ്റെ നമ്മളാ പാർട്ടിക്കാരനല്ല എന്ന് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പാവപ്പെട്ടവന് വില കുറച്ച് മരുന്നോ വെറുതെയോ മരുന്നും ചികിത്സയും കിട്ടുന്ന സംവിധാനങ്ങൾ, ഡയാലിസിസ് സെന്ററുകൾ. കാസർഗോഡ് ജില്ലക്കാരാണ്, ഒരുപാട് ജില്ലക്കാരെ സഹായിക്കുന്നവർ ഈ ജില്ലക്കാരാണ്. എനിക്കറിയാം, നമ്മൾ പറയാം, നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് നിങ്ങളൊക്കെ. നമ്മളെ നാട്ടിൽ കാസർഗോഡ്, ഞാൻ മലപ്പുറത്താണെങ്കിലും പലരും വിചാരം ഞാൻ കാസർഗോട്ടുകാരനാണ്. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല മലപ്പുറത്താന്ന് പറഞ്ഞാൽ. നിങ്ങളെപ്പോഴും കാസർഗോഡാണല്ലോ. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യന്മാർ കാസർഗോഡാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ്. ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ ഒരു സാന്ത്വനമുണ്ടോ? ഡയാലിസിസ് സെന്ററുകളുണ്ടോ? ആതുര സേവന സ്ഥാപനങ്ങളുണ്ടോ? നമ്മൾ ചെയ്യുന്ന ധൂർത്തിൻ്റെ ഒരു 10% കൊടുത്താൽ മതി. ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറാൻ അത് മതിയാവും. നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും മുൻകൈ എടുത്തിട്ടുണ്ടോ? നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഏതെങ്കിലും പാവപ്പെട്ട മിസ്കീന്മാരായ പെണ്ണുങ്ങൾ അവരുടെ വാപ്പക്ക്, ഭർത്താവിന്, മക്കൾക്ക് വേണ്ടി കൂട്ടിന് വരുമ്പോൾ കഞ്ഞി കുടിക്കാൻ, ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കാൻ, മരുന്ന് വില കുറച്ചോ വെറുതെയോ കൊടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ സി സെന്ററൊക്കെ അങ്ങനെയാണ്, ഒരുപാട് ജില്ലകളിലുണ്ട്.
പക്ഷേ നമ്മുടെ കാസർഗോഡ് ജില്ലകളിൽ എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട്, എത്ര പാവപ്പെട്ടവരുണ്ടെന്നാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജില്ലയിൽ വിരലെണ്ണാവുന്ന ആളുകളെ മുതലാളിമാരുള്ളൂ. പക്ഷെ പാവപ്പെട്ടവരാണ് അധിക കൂറും. അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ധൂർത്തിനിടയിൽ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഒന്ന് ചിന്തിക്കാനും നിങ്ങളൊന്ന് മുന്നിട്ടിറങ്ങണം. അതേ ഉണ്ടാവൂ, അതേ ബാക്കിയുണ്ടാവൂ. അബ്ദുല്ലാഹി മുബാറക് എന്നവരുടെ ഹജ്ജിന്റെ കഥ പറയുമ്പോഴേ അത് കേട്ട് രസിച്ചു പോവാനല്ല, പാഠം വേണം, ഉൾക്കൊള്ളണം. നമ്മളും ചെയ്യണ്ടേ എന്തെങ്കിലും? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹജ്ജും മബ്റൂർ വസഅയും മഷ്കൂർ വദംബും മഗ്ഫൂർ. ഹജ്ജ് സ്വീകരിച്ചു, അധ്വാനം അല്ലാഹു സ്വീകരിച്ചു, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നു എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വന്നു. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. കച്ചവടക്കാർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സമയം അതിക്രമിച്ചു, 2 മണിക്കൂറും 20 മിനിറ്റുമായി. ഇനി 10 മിനിറ്റ് കൂടെ സഹിച്ചൂടെ? ഏതായാലും ഇത്ര ആയില്ലേ. നിങ്ങൾ കുറേ നേരത്തെ വന്നിരിക്കുന്ന ആൾക്കാരെ ഇടയ്ക്കൊരു സ്വലാത്ത് ചൊല്ലിപ്പിക്കാനൊക്കെ എഴുന്നേൽപ്പിക്കലുണ്ട്. പക്ഷേ എഴുന്നേറ്റ് ഞങ്ങൾ പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നിങ്ങൾ അത്രയും നേരം ടയർഡായിട്ട് ഇരിക്കുക. അപ്പോൾ ആ ഇരുത്തങ്ങനെ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ, ഫോണോൽ എണീറ്റ് പോയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാനങ്ങ് എണീറ്റ് നിർത്തിക്കാഞ്ഞിരുന്നത്. വിഷയം കംപ്ലീറ്റ് ആവുകയാണ്. ഒറ്റ കാര്യം കൂടെ പറയട്ടെ. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പുണ്യ നബിയിൽ നിന്ന് കേട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. مرت سحابة فسمع أحد الناس صوتا في السحابة. പുണ്യനബി തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ ഈ ഹദീസ് നിർബന്ധമായും ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പരിശ്രമിക്കണം. അത്രല്ലേ പറയാൻ പറ്റുള്ളൂ. സമ്പത്ത് ജോലിയുള്ള ആൾക്കാർക്കും ചെയ്യാം, ശമ്പളമുണ്ട് എന്നാലും ചെയ്യാം. കച്ചവടക്കാർക്ക് പ്രത്യേകിച്ചും, കൃഷി ചെയ്യുന്ന ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ഒരു മേഘം ഭൂമിയിലേക്ക് അരികത്തേക്ക് വന്ന് നിൽക്കുന്ന മേഘം. മേഘമൊക്കെ ഭൂമിയുടെ വളരെ അടുത്ത. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഒന്ന് ടേക്ക് ഓഫ് ചെയ്താൽ തന്നെ മേഘം എത്രയോ, അത് കഴിഞ്ഞ് എത്രയോ 1000-30,000 ഫീറ്റിൻ്റെ ഒക്കെ മേലൊക്കെ പോവാം. താഴെ കിടക്കുന്നത് ഈ മേഘമൊക്കെ വളരെ അടുത്താണ്. അതിൻ്റെ എത്രയോ ഒരു 10-12 കിലോമീറ്ററൊക്കെ മേലെ ഫ്ലൈറ്റ് പറക്കുന്നത്. ഇതൊരു കിലോമീറ്ററിൻ്റെ താഴെയായിരിക്കും മേഘം ഉണ്ടാവുക ഏകദേശം. സഹാബത്ത്, ഒരു കറുത്ത ഇരുണ്ട മേഘം. ആ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളിയാളം കേൾക്കുന്നു, മേഘമേ ഇസ്ഖി ഹദീഖത ഫുലാൻ ഇബ്നു ഫുലാൻ. മേഘമേ, നീ മഴയായി ചെന്ന് പെയ്യേണ്ടത് ഇന്നാലിന്ന ഒരാളിൻ്റെ പേര് പറഞ്ഞു. പുണ്യനബിയെ പേര് പറഞ്ഞില്ല. ഇന്ന പേരുള്ള ഒരാളുടെ തോട്ടത്തിൽ പോയിട്ട് മഴ പെയ്യേ. ആ മേഘം ആ തോട്ടം ലക്ഷ്യമായി വരികയാണ്. ഇയാൾ ആ മേഘത്തെ പിന്തുടർന്നു. ഇത് കേട്ട ഒരു മനുഷ്യൻ, ആരാണ് ഈ ആളെന്നറിയണ്ടേ? ആ മേഘം മഴ പെയ്യുന്നു ഇന്ന സ്ഥലത്ത്, ഒരു തോട്ടത്തിന്റെ മീതെ. ആ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആള് വന്നിട്ട് അദ്ദേഹത്തിന്റെ മിഅ്വൽ, അയാളുടെ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? വെള്ളം അങ്ങോട്ട് തെളിച്ചു കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിനുള്ളിലൂടെ. ഇദ്ദേഹം ഓടിച്ചെന്നു. സഹാബ മേഘം, സ്വഹാബ നബിന്റെ സ്വഹാബിമാർ, സുഹ്ബത്ത് ഇത് സീനാണ്. സഹാബത്ത് എന്ന് പറഞ്ഞാൽ മേഘം, സ്വഹാബ എന്ന് പറഞ്ഞാൽ നബിന്റെ സ്വഹാബുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സഹാബത്താണ്. അപ്പോൾ സഹാബിമാർ എന്ന് പറയുന്നത് കണ്ട, സ്വഹാബിമാർ എന്ന് പറയണം, അപ്പോഴാണ് സ്വഹാബി ആവുള്ളൂ. അതിൻ്റെ കുറേ മേഘക്കാരാവും. സഹാബ് മേഘമാണ്. ഏതായിരുന്നാലും ഒരു മനുഷ്യന്റെ തോട്ടത്തിന്റെ മീതെ ആ മേഘം സമൃദ്ധിയായി മഴ പെയ്തു, സമൃദ്ധിയായി പെയ്തു. തന്റെ കൈക്കോട്ട് കൊണ്ട് അദ്ദേഹം ആ തോട്ടത്തിൽ ഇങ്ങനെ കിളച്ച് വെള്ളം ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന തോട്ടത്തിന്റെ ഉടമയോട് ചെന്ന് ചോദിച്ചു, യാ അബ്ദല്ലാഹ് മാ ഇസ്മുക്, അല്ലാഹുവിന്റെ ദാസനെ നിങ്ങളുടെ പേരെന്താണ്? അന ഫുലാനുൻ, എന്റെ പേര് ഇതാണ്. ബിസ്മില്ലദീ സമിഅഹു ഫി സഹാബ,
ആ മേഘത്തോട് ആരോ വിളിച്ചു പറയുന്നു, മേഘമേ ഇന്നാലിന്നാളിന്റെ തോട്ടത്തിൽ പോയി മഴ പെയ്യ് എന്ന് ആരുടെ പേരാണോ പറഞ്ഞത് അതേ ആളാണ് ഇയാൾ. സ്വഹീഹ് മുസ്ലിമിലുള്ള സ്വഹീഹായ ഹദീസാണ്. അസ്അലുക ബില്ലാഹ് ബിഅയ്യി ഖൈറിൻ നിൽതഹാദാ. അല്ലാഹുവിനെ വിചാരിച്ച് ചോദിക്കട്ടെ, ഇത്രമേൽ സ്ഥാനം നിങ്ങൾക്ക് അല്ലാഹു നൽകാൻ ഒരു മേഘത്തോട് റബ്ബിന്റെ കമാൻഡ്, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്കാണ് ഈ വെള്ളം കൊടുക്കേണ്ടതെന്ന് പറയാൻ നിങ്ങൾ എന്താണ് ചെയ്തത്? അമാ വഖദ് സഅൽതനി, നീ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഫഇന്ന കുല്ലമാ ഖറജ മിൻ അർളി, എൻ്റെ ഈ കൃഷിയിടത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനവും ഉഖ്സിമുഹു സലാസത അഖ്സാമിൻ, 3 ഭാഗമായിട്ട് ഞാൻ അതിനെ ഓഹരി വെക്കും. വരുമാനം 3 ഓഹരിയാക്കി വെക്കും, കൃത്യമായും 3. ഖിസ്മുൻ അതസദ്ദഖു ബിഹി ലിമർളാത്തില്ലാഹ്, അതിലൊന്ന് ഞാൻ അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ദാനം ചെയ്യും. അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം, വേറെ ആരും അതറിയണ്ട, ആരും എന്നെ പ്രശംസിക്കേണ്ട, എനിക്ക് അള്ളാഹിന്റെ പൊരുത്തം മതി. അങ്ങനെ ഞാൻ അതിന്റെ 1/3 ദാനം ചെയ്യും. വഖിസ്മുൻ അദ്ഖിറുഹു ലിഅഹ്ലി, ആ 1/3 എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ വരുമാനമായി എടുത്തു വെക്കും. വഖിസ്മുൻ അറുദ്ദുഹു ഫീ ഹാദിഹിൽ അർള്, പിന്നെയുള്ള 3ാമത്തേത് ഈ കൃഷിയിലേക്ക് തന്നെ ഞാൻ ഇറക്കും. ഇതിന് വളം വാങ്ങിക്കാനും വിത്ത് വാങ്ങിക്കാനും ബിസിനസ്സിലേക്ക് തന്നെ ഞാൻ ഇടുന്ന 1/3 എനിക്കും എൻ്റെ കുടുംബത്തിനും, ബാക്കിയുള്ള 1/3 മിസ്കീന്മാരായ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്ന ആളാണ് ഞാൻ. ഇതിന് പകരമായി അല്ലാഹു നൽകിയ നിഅമത്തായിരുന്നു അതെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മുടെ കൈകളിൽ നൽകുന്നത് നമുക്ക് മാത്രമുള്ള റിസ്ഖല്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ കൈകളിൽ അല്ലാഹു നൽകുന്ന സമ്പത്തിൽ വലിയൊരു ഭാഗം നിങ്ങളുടെ നാട്ടുകാരായ പാവപ്പെട്ടവർക്കുള്ള അവകാശമുണ്ട്. വഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സായിരി വൽ മഹ്റൂം, ഹതഭാഗ്യന്മാരായ നിരാശ്രയരായ ഗതികെട്ട് ജീവിക്കുന്ന ഒരു നിവൃത്തിയുമില്ലാത്ത പാവപ്പെട്ടവരെ, നിങ്ങളോട് ചോദിച്ചു വരുന്ന സത്യസന്ധന്മാരായ ആളുകൾ യാചിച്ചു വരുന്നവരെ, നിങ്ങളുടെ അത്ര പോലും സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്നവർ, അവർക്കുള്ള സമ്പത്തും നിങ്ങളുടെ കയ്യിൽ അല്ലാഹു നൽകുന്നുണ്ട്. നിങ്ങളത് അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അല്ലാഹു പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് കിട്ടുന്നത് മുഴുവൻ ഇതെനിക്ക് മാത്രമാണ്, എൻ്റെ മക്കൾക്ക് മാത്രമാണെന്ന് പറയല്ലേ. വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിരി വൽ മഹ്റൂം, നിങ്ങളുടെ സമ്പത്തിൽ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട്. എങ്ങനെ? നിങ്ങളുടെ ഔദാര്യമല്ല, പാവപ്പെട്ടവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. പഴയ മുസ്ലിമാവാ, അവരുടെ അവകാശമാണത്, നിന്റെ ഔദാര്യമല്ല. അതുകൊണ്ട് വരുമാനമുണ്ടെങ്കിൽ അതിനെ 3ആയിട്ട് ഭാഗിക്കിൻ. 1 നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ളത്. 1/3 നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ സ്പെൻഡ് ചെയ്തോളൂ, നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ. ബാക്കിയുള്ള 1/3 നമ്മുടെ നാടുകളിലെ ദീനീ പ്രവർത്തനങ്ങൾ മറന്നുപോവലിൻ, നമ്മുടെ മസ്ജിദുകളും മദ്രസകളും നമ്മുടെ ദർസുകളും നമ്മുടെ യതീംഖാനകളും അറബി കോളേജുകളും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളും നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും നമ്മുടെ ഖിദ്മാത്തുകളും നമ്മൾ മറന്നുപോവില്ല. നിങ്ങളുടെ ഓഹരി 1/3 നിങ്ങൾ കൊടുത്തിരിക്കണം. 1/3 അള്ളാഹുവിൻ്റെ വജ്ഹിന്, 1/3 നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്, 1/3 നിങ്ങളുടെ ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാൻ. എത്ര നല്ല സംവിധാനം! ഇങ്ങനെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ലോകത്താരെങ്കിലും പറഞ്ഞുതരുമോ? എങ്ങനെ പൈസ? എന്താ MBA-ക്കാരും BBA-ക്കാരും ഒക്കെ എന്താ പഠിക്കുന്നത്? ഹൗ ടു മേക്ക് മണി. ഇസ്ലാം പറഞ്ഞ അങ്ങനെയല്ല. ഹൗ ടു മേക്ക് മണി ആൻഡ് ഹൗ ക്യാൻ സ്പെൻഡ് ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. ഇതും കൂടെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം. മറ്റുള്ള സ്പെൻഡ് ചെയ്യാൻ പഠിപ്പിച്ചു തരൂല, പിഷ്കാനേ പറയുള്ളൂ. നിന്റെ കൈ പോകും, അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അത് കൊടുക്കണ്ട, അവിടെ കൊടുക്കണ്ട. ഉണ്ടാക്കിക്കോ. ഇതാണ് ഭൗതികത പറഞ്ഞു തരാ. ദീൻ നീ ഉണ്ടാക്ക്, നല്ല വഴിക്ക് ചെലവഴി.